അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് 1 കിലോ വെയിറ്റ് വരുന്ന ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് എനിക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ. 1 കിലോ വെയിറ്റ് വരുന്ന ചട്ടിപ്പത്തിരി ഉണ്ട്, പിന്നെ ഒരു പിസ്സ ഉണ്ട്, പിന്നെ ഒരു ബ്രൗണി ഉണ്ട്. അപ്പോൾ ഇത് ഒരാൾക്കാണ് കേട്ടോ, ഒരാൾ ഓർഡർ ചെയ്തതാണ്. പിന്നെ അത് കൂടാണ്ട് വേറെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ചട്ടിപ്പത്തിരിക്ക് വേണ്ട മാവൊന്ന് കുഴച്ച് വെക്കാം. അപ്പം 2 കപ്പ് മൈദ വേണ്ട കേട്ടോ. 1 കിലോ ചട്ടിപ്പത്തിരിക്ക് ഞാനിവിടെ 2 കപ്പ് എടുക്കുന്നത് വേറെ ആവശ്യത്തിനാണ്. നമുക്ക് 1 കപ്പ് മൈദ മതി. 1 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ച് വെക്കാം. ചപ്പാത്തിക്ക് കുഴക്കണം അതേ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചപ്പാത്തി പരത്തിയിട്ടാണ് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ദോശ ചുട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കൽ. ഞാൻ അങ്ങനെയല്ല. അത് കുഴച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു 5 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പാനൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഒരു 6-7 എടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കട്ട് ചെയ്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായതിൻ്റെ ശേഷം കേട്ടോ. ഇനി ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൻ്റെ പച്ച മണം ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ കമൻറ്റുകളൊക്കെ എഴുതണം കേട്ടോ. ഇതിൽ വീഡിയോ കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ ഞാൻ ചട്ടിപ്പത്തിരിൻ്റെ എല്ലാ ട്രിക്സും ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് ചതച്ചിട്ടുണ്ട്. പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ചതക്കാം. പക്ഷേ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഉള്ളി ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചട്ടിപ്പത്തിരി. നല്ല ടേസ്റ്റുള്ള ചട്ടിപ്പത്തിരിയാണ്. നിങ്ങൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് സെയിൽ ചെയ്യും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ്, അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിന് എത്രയാണോ ആവശ്യം അത്ര ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 250 ഗ്രാം ചിക്കന് കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് കൈകൊണ്ട് പീസാക്കി എടുത്തതാണ് കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഒന്നും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നുന്നത്. അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കോഴിമുട്ടയൊക്കെ എല്ലാവരും ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ടിട്ട് ഓഫാക്കാം ഗ്യാസ് സ്റ്റവ്. ഇത് ഫില്ല് ചെയ്യണ സമയത്ത് ചില ആൾക്കാരൊക്കെ കോഴിമുട്ടി ഫില്ല് ചെയ്യലുണ്ട് കേട്ടോ. ഞാനൊന്നും ഇട്ട് കൊടുക്കണില്ല. അതന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഫില്ലിങ്. ഇത് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ഞാനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുക, ചെറിയ ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കണം അത്ര പോകുന്ന ചെറിയ കുഞ്ഞ് ബോളാക്കിയിട്ടാണ് എടുക്കണം. എന്നിട്ട് നമുക്കിത് കനല്ലാതെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാനൊരു 11 ബോളാക്കി എടുത്തിട്ടുണ്ട്. 10 മതി നമുക്ക് ലെയറിന്. 1 ഞാൻ അടിയിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതാണ്.
അങ്ങനെ ഞാനൊരു 11 ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കപ്പ് മൈദ മതി ഇതിലേക്ക്. ശരിക്കും ഞാനിത് വേറെ ആവശ്യത്തിനും കൂടി കുഴച്ച് വെച്ചതായിരുന്നു. ഒരു അരമണിക്കൂർ കുഴക്കുമ്പോൾ മൈദ ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ. കുഞ്ഞു ബോളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ എന്താ പറയുക, പത്തിരിക്ക് പരത്തണ പോലെ കുഞ്ഞതാക്കി പരത്തി വെക്കുക. ബൂരിൻ്റെ അത്ര വലുപ്പത്തിൽ പരത്തി വെക്കുക. അങ്ങനെ ഞാൻ എല്ലാതും ചെറിയ കുഞ്ഞതാക്കി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പൂരിൻ്റെ അത്രയാണ് ഞാൻ പരത്തി വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് പൊടി തൂവി കൊടുക്കണം. അങ്ങനെ ഓരോ 4 ചപ്പാത്തിൻ്റെ കുഞ്ഞു ചപ്പാത്തിയും ഇതിലേക്ക് മേലെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഓയിൽ ബ്രഷ് ചെയ്യുക, പൊടി തൂവി കൊടുക്കുക, ഓയിൽ ബ്രഷ് ചെയ്യുക, പൊടി തൂവി കൊടുക്കുക. അങ്ങനെ 4 എണ്ണം മേലെ വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നിച്ചാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഞാൻ എല്ലാതും അതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ കനല്ലാതെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിഡ് വെച്ചിട്ട് കട്ട് ചെയ്താൽ നല്ല കാണാനും ഭംഗിയുണ്ടാവും, നല്ല കറക്റ്റായിട്ടിരിക്കും. ഞാനിതൊന്ന് ലിഡ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചട്ടിയിലിട്ട് നമുക്ക് വെക്കാം. ഞാൻ കനല്ലാതെ പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും നീളത്തിൽ ഇത് പരത്തിയെടുക്കട്ടെ. അതിന് പരത്തണ അനുസരിച്ച് നമുക്കിത് കനല്ലാണ്ടായി വരും. ഞാൻ ഈ ഒരു ലിഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കണേ ആ പാനിൻ്റെ അതിലേറെ കുറച്ചും കൂടി വലിപ്പമുള്ള ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ സെയിം പാനിൽ ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങിയിരിക്കും. അതിലേറെ കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ലിഡ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ സെയിം പാനിൻ്റെ ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടി നമുക്ക് കവിഞ്ഞിരിക്കണമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ എല്ലാ ചപ്പാത്തി അതേപോലെ തന്നെ പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് പാന് ചൂടാക്കിയിട്ടൊന്ന് ചുട്ടെടുക്കണം. ഈസിയാണ് കേട്ടോ. ദോശ ചുട്ടെടുക്കണതിലേറൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടി ഈസിയാണ്. പിന്നെ കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്. കാരണം ദോശയാകുമ്പോൾ നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കണ്ടേ. ഇത് പെട്ടെന്നുണ്ട്. നമുക്ക് 5ഉം 6ഉം ചപ്പാത്തി നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഇത് സെയിം പരത്തിയെടുക്കുക ഒറ്റ ടൈമിൽ. ഞാൻ ഈ പറഞ്ഞ റെസിപ്പി ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യും ചെയ്യാം കേട്ടോ. ചട്ടിപ്പത്തിരിയൊക്കെ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണിലേറെ. ഈ പാന് ചൂടാക്കിയാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചപ്പാത്തിനെ. രണ്ടാമത്തെ മറിച്ചിടുമ്പോഴേക്കും ഇത് നല്ല ബബിളായിട്ട് പൊള്ള വരും കേട്ടോ. അത്ര പണിയേ ഉള്ളൂ, പെട്ടെന്നായി കിട്ടും. പാന് നന്നായി ചൂടാവണമെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ മറ്റേതൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേന്ന് വേറിട്ടെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് പരത്തിയെടുത്തത്. എന്നാൽ 4ഉം പെട്ടെന്ന് ഒന്ന് ചൂടാറിയാൽ പെട്ടെന്ന് കിട്ടും നമുക്ക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 5 കോഴിമുട്ടയാണ്, 1 കപ്പ് പാല് വേണം. ഇതൊക്കെ ഇതിലും ഈ ചപ്പാത്തിനെ മുക്കിയെടുക്കാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചൂടാറിയൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ചപ്പാത്തിനെ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. എനിക്കിത് ഞാൻ എന്താ പറയുക, പാണ്ടിക്കാട് ഒരു കേക്കിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് കേട്ടോ ഈ റെസിപ്പി. നല്ല ടേസ്റ്റുള്ളതാണ്. അവരൊക്കെ ഒരുപാട് ചട്ടിപ്പത്തിരി സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല കനമില്ലാത്ത ചപ്പാത്തിയാണിത്. വളരെയധികം നൈസാണ് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, അത് നമ്മളിങ്ങനെ ഒന്നിച്ച് പരത്തിയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നൈസായിട്ട് കിട്ടിയത്.
ഇനി ഞാൻ പറഞ്ഞല്ലോ 5 കോഴിമുട്ടയും ഒരു കപ്പ് പാലുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ചപ്പാത്തി ഇതിൽ മുക്കിയിട്ട് ഞാൻ മസാല ഉണ്ടാക്കി അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് പാനിലാണോ ചെയ്യണത് ആ പാനിലേക്ക് ഇതിങ്ങനെ ചപ്പാത്തിയെ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ അടിയിൽ ഞാൻ 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫ്ലെയിം കൂടിപ്പോയാൽ കരി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയത്തെ ലെയർ എടുത്ത് കളയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 എണ്ണം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ലെയർ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതും ചെറിയ പീസാക്കിയിട്ടൊക്കെ ഈ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഫില്ലിങ്ങിൽ ഞാനൊരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് ഞാൻ എല്ലാ ഇതും ചെയ്യൽ. കാരണം എന്നാൽ കൗണ്ടർ ടോപ്പിൽ വല്ലാണ്ട് നമ്മൾ ചെയ്യണ പണീൻ്റെ ഓരോ പൊടിയും അതും ഇതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ വിരിക്കണത്. പിന്നെ പെട്ടെന്നുണ്ടായാലും നമുക്ക് എടുത്ത് കളയാനും വൃത്തിയാക്കാനൊക്കെ ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് പേപ്പർ എപ്പോഴും ഞാൻ വിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മളിനി ഓരോ ലെയറും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ 10 ലെയറാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, 10 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 9 ലെയറായിട്ട് വരും 10 ചപ്പാത്തി. അപ്പോൾ ഈ 9 ഫില്ലിങ്ങിലും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് സൈഡുക്കാക്കാതെ ഇട്ട് കൊടുത്താൽ മതി. സൈഡുക്കായാൽ ഇത് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് ഒന്നിനോട് ഇങ്ങനെ ചേർന്നിരിക്കൂല. പിന്നെ നമ്മൾ ഈ കോഴിമുട്ടൻ്റെയും മിൽക്കിൻ്റെയും മിക്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൽ കേട്ടോ, എങ്കിലേ അത് ഫില്ലായി വരുള്ളൂ. ഇനി ഞാൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു ചീത്ത പാൻ അപ്പുറത്തെ അടുപ്പത്തിൽ ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പാനിലേക്ക് ഒരു 15 മിനിറ്റ് സിമ്മിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീത്ത പാനാണ്, അതിലേക്ക് ഞാനൊരു 15 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നല്ലൊരു പാൻ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം വേവാൻ വേണ്ടിയിട്ട് കമിഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് 2-3 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ആൾറെഡി ഒക്കെ വെന്തതാണല്ലോ. ഇതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രൗണിയും പിസയും ചട്ടിപ്പത്തിരിയും ഒക്കെ ഒരാൾക്കായിരുന്നു ഓർഡർ എന്ന്. അപ്പോൾ ബ്രൗണിയൊക്കെ ഇതാണ് കേട്ടോ. 20 പീസ് ഉണ്ടായിരുന്നു ബ്രൗണി. ബ്രൗണി പാക്കാക്കി ചട്ടിപ്പത്തിരിയും ഒക്കെ പാക്കാക്കി പിന്നെ കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.